ഹായ് ഹായ് ഹായ്. അപ്പോൾ ഇന്നും ഞാനൊരു ഔട്ട്ഫിറ്റ് പരിചയപ്പെടുത്താനാണ് വന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും, അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാതെ കാണണം. അപ്പോൾ എല്ലാവരും കയ്യിൽ സെറ്റ് സാരി ഉണ്ടാവും അല്ലേ? അപ്പോൾ ഈ പ്ലെയിൻ സെറ്റ് സാരി നമുക്ക് അറിയാം, ഒരു തവണ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേത്തെ വർഷം പിറ്റേത്തെ ഓണത്തിനോ വിഷുവിനോ നമ്മളത് യൂസ് ചെയ്യില്ല. അങ്ങനെ കബേർഡിൽ ഇങ്ങനെ പൊടി പിടിച്ച് കിടക്കത്തേ ഉള്ളൂ. ഇതിപ്പോൾ അമ്മമാരുടെ കയ്യിലാണെങ്കിലും ഒരുപാട് സെറ്റ് സാരികൾ വെറുതെ കിടപ്പുണ്ടാവും. അപ്പോൾ ആ സെറ്റ് സാരി കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്തെടുക്കാം, അടിപൊളിയായിട്ട് നിങ്ങൾക്കൊരു ഫങ്ഷൻ തന്നെ അത് യൂസ് ആകുന്ന രീതിയിലുള്ള ഒരു ഔട്ട്ഫിറ്റ് എങ്ങനെ ചെയ്തെടുക്കുക എന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലൊരു സെറ്റ് സാരി ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ഹൗസ് വാമിങ്ങിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു സ്റ്റൈല് ചെയ്യിപ്പിച്ചെടുത്തതാണ്. അപ്പോൾ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു. എനിക്ക് ക്ലോത്ത് ഓൺലൈൻ ബൊട്ടീക്ക് തന്നെയാണ് ഈ സ്റ്റൈലിങ്ങും ചെയ്ത് തന്നത്. അപ്പോൾ ഇത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതെവിടെ നിന്നാണ് എങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ അത് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് എൻ്റെ സെറ്റ് സാരി. അപ്പോൾ ഇത് ഞാൻ ദാവണിയാണ് ചെയ്യിപ്പിച്ചെടുത്തത്. നിങ്ങൾക്ക് ദാവണി, സൽവാർ പല രീതിയിൽ സെറ്റ് സാരി മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ ദാവണി സ്റ്റൈലാണ് ചെയ്തെടുത്തത്. ഇതാണ് ഇതിൻ്റെ സ്കേർട്ട് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് വന്നിട്ട് ഇങ്ങനെയാണ്, സ്ലീവ്ലെസ് ബ്ലൗസാണ്. ഇത് ബാക്ക് വി നെക്കാണ് ചെയ്യിപ്പിച്ചത്. വി നെക്കിൽ ബാക്കിൽ ഫുള്ള് ഫ്ലവർ, അതായത് കട്ട് ബീഡ് കൊണ്ട് ഫ്ലവർ അവരെനിക്ക് ചെയ്തു തന്ന് സ്ലീവ്ലെസ് ബ്ലൗസാണ് അടിച്ചത്. ഇത് ഫ്രണ്ട് പോർഷനാണ്. ഫ്രണ്ടാണ് ഞാൻ ഓപ്പൺ കൊടുത്തത്. അപ്പോൾ ഇത് വേറൊരു നെക്കാണ് അവർ ചെയ്തു തന്നത്. ഇട്ട് കഴിഞ്ഞെല്ലാം മനസ്സിലാവുക, നിങ്ങൾക്ക് കാണിച്ചാൽ ഇവിടെ ഒരു കിട്ടുന്ന രീതിയിൽ ഒരു നെക്കാണ്. ഇവിടെ ഇങ്ങനെ കയറിയിട്ട് നെക്കിന് എന്തോ ഒരു പേരുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യിപ്പിച്ചെടുത്തത്. അപ്പോൾ ഷോളാണ് സത്യത്തിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ഷോള്. നല്ല ഹെവി ഷോളാണ്, നല്ല വെയിറ്റ് ഉണ്ട്. ഇതൊരു ഗുജറാത്തി ടൈപ്പ് ഷോളാണ്. ഇത് ഞാൻ ഒരുപാട് സ്ഥലത്ത് സെർച്ച് ചെയ്തിട്ട് എനിക്ക് കിട്ടിയതാണ്. അപ്പോൾ ഇത് വേറെ ഇത് കാണിച്ചു തരാം, അപ്പോഴേ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റൈൽ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഇവിടെ നമുക്ക് പിൻ ചെയ്തിട്ടും ഇടാം. അപ്പോൾ ഈ ഷോളിലാണ് കാര്യമിരിക്കുന്നത്. ഷോള് ഹെവി ആണെങ്കിൽ നമുക്ക് പ്ലെയിൻ ആയിട്ടുള്ള സെറ്റ് സാരീസ് ഇതുപോലെ നല്ല റിച്ച് ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ കയ്യിലും ഇതുപോലത്തെ സാരീസും അല്ലാതെ സാധാരണ സാരീസൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ റിച്ച് ലുക്കായിട്ട് ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ സാരീസൊക്കെ നമുക്ക് വേണ്ടാതെ നമ്മളിങ്ങനെ പൊടി പിടിച്ച് കിടക്കുന്ന കബേർഡിൽ കിടക്കുന്ന സാരീസൊക്കെ നല്ല അടിപൊളിയായിട്ട് റിച്ചായിട്ട് നമുക്ക് ഏതെങ്കിലും ഫങ്ഷനിൽ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പോൾ അതിന് നിങ്ങൾ ക്ലോത്തോ ഓൺലൈൻ ബുട്ടീക്കിനെ സമീപിച്ചാൽ മതി. അപ്പോൾ അവർ നന്നായിട്ട് ചെയ്തു തരും. അപ്പോൾ അതിൻ്റെ മോർ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോൻ്റെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവർ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലത്തെ അല്ലാതെ വേറെ പല രീതിയിലുള്ള ഡ്രസ്സുകൾ അവർ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്ലോത്തോ ഓൺലൈൻ ബുട്ടീക്കിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഔട്ട്ഫിറ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. അപ്പോൾ മറ്റൊരു ഔട്ട്ഫിറ്റ് ഞാൻ മറ്റൊരു വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ബൈ.